സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഫിഷ് മസാല ഫ്രൈൻ്റെ റെസിപ്പി ആട്ടോ ഒന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ മീൻ വറ്റിച്ചിട്ട് പൊരിച്ച് കഴിക്കലുണ്ട്. അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മസാല ഫ്രൈക്കുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു റെസിപ്പി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ, നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ മസാലപ്പൊടികൾ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മസാലപ്പൊടിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സവാള ചെറുതാക്കി അരിഞ്ഞത് അല്ലെങ്കിൽ ചെറിയുള്ളി ചതച്ചത് ഏതായാലും ചേർത്ത് കൊടുക്കാം. പിന്നെ അത് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു മസാല നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചില ആൾക്കാർക്ക് നല്ല പുളി വേണ്ടി വരും, ചില ആൾക്കാർക്ക് കുറച്ച് പുളി മതിയാവും. അങ്ങനെയുള്ളവർ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് പുളി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു മസാലയും പുളിവെള്ളം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയല മീനാണ്. ഒരു 600 ഗ്രാം അയല മീനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീൻ വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ മീനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ചില ആൾക്കാർ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തപ്പോൾ മീനിൽ മസാല പിടിച്ചിട്ടില്ല, പുളി കൂടുതലാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. നമ്മൾ പുളി പറഞ്ഞ അളവിൽ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ പുളി നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ ഈ ഒരു മീൻ നമ്മൾ വറ്റിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണല്ലോ, അപ്പോൾ നന്നായിട്ട് പുളി പിടിക്കും. അപ്പോൾ ആവശ്യത്തിന് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചുള്ള പുളി ഒഴിച്ചു കൊടുക്കുക. മീൻ ഇതുപോലെ വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ മീനിൽ നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ. അപ്പോൾ അതൊരു 5 മിനിറ്റ് ഞാനിങ്ങനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മീനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടെ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. മീനിത് ഈ ഒരു ഭാഗം കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു മസാലയൊക്കെ മീനിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് സൈഡിലുള്ള മസാലയൊക്കെ മീനിലേക്ക് തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഇങ്ങനെ മസാലയിൽ വേവിച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന മീൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി, വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു മസാല കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി വൈറലാവുന്നതിന് മുമ്പ് ഇതുപോലെ കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പണ്ടൊക്കെ വീടുകളിൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ഇതുപോലെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്